നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു. സൂപ്പർ. നല്ല സോങ് സെലക്ഷൻ. നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ അവള് പറയാനുള്ളതല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നല്ല സോങ് സെലക്ഷൻ എന്ന് പറയാനുള്ള ഒരു ഇത് എനിക്ക് ഇവിടെ ഇല്ല. തൽക്കാലമില്ല കേട്ടോ. ചുമ്മാ പറഞ്ഞോടാ. It's all part of the game. Yeah, it's all in the game. It's all in the game. പാറു, you are a sweetheart. നീ എന്ത് വേണം പറയുന്നത് ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞ എന്നെ മയക്കും. സ്ഥിരം നമ്പറാ. എല്ലാവർക്കും ഇഷ്ടല്ലേ ഈ പാട്ട്? പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ 100%. ചോദിക്കാം. ശരത് സാർ. മോളെ, എന്താ സാർ? ഉഗ്രം പാട്ടാ. പാറു പറഞ്ഞ പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. മോൾ ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്, കേട്ടുണ്ടോ? ജയേട്ടൻ പാടിയത് കേട്ടുണ്ടോ? കേട്ടുണ്ട്. രണ്ട് സുഖമാണ്, രണ്ടും സുഖമാണ് കേൾക്കാൻ. ജാനകിയമ്മയുടെയും അതുപോലെ തന്നെ ജയേട്ടൻ്റെയും. അത് നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതാ നല്ലതെന്ന്, അത് കേൾക്കുമ്പോൾ വിചാരിക്കും അതാ നല്ലതെന്ന്. അങ്ങനെ ഒരു രണ്ടും ലെജൻസ്. മോളെ കുറച്ചും കൂടെ ആത്മാവാമായിരുന്നു. മോൾ ഇതിൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു എല്ലാ പാട്ടിനും അതിൻ്റെ ഒരു സോളുണ്ട്. അത് നമ്മളത് കണ്ടെത്തണം. എന്താ പറയണ്ടത്, നമ്മൾ മുങ്ങിത്തപ്പിയാൽ മാത്രമേ മുത്തെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ അത് ഇച്ചിരി ഒരു സ്ട്രെയിൻ ഉള്ള പണിയാണ്. അത് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ മോളെ ശ്വാസം. മോള് കുറേ അങ്ങ് എടുക്കുന്നു. അത്രയ്ക്ക് ശ്വാസം ഇല്ലേ കുഞ്ഞിന്? അപ്പം പിന്നെ ഇതിന് അവിടെ ഇടയ്ക്കിട്ട് പ്രത്യേകിച്ച് അനുബലവും ചരണമൊക്കെ എവിടെ ശ്വാസം, അത് തന്നെ ശ്വാസം എടുക്കാൻ പാകത്തിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എടുക്കാന്ന് പറഞ്ഞാൽ. അപ്പം മോൾ അത് നോക്കണം കേട്ടോ. പിന്നെ ഈ മധു തേടി പോയി എന്നൊക്കെ ഉള്ളതിന് അതിനൊരു ഫീലുണ്ട് അല്ലേ? അതിപ്പോ ഹരി നീ ഒന്ന് പാടി കൊടുത്താ ബെറ്റർ. എന്നെ കൊണ്ട് എന്റെ ഈ ശബ്ദം വെച്ചിട്ട് പാടിക്കാൻ മോളെ. മധു തേടി പോയി. ആർട്ടിഫിഷ്യാലിറ്റി ഒരു സോൾ ഇല്ല. മധു തേടി പോയി എന്നല്ലേ? മധു എന്ന് പറഞ്ഞാൽ എന്താ? മധു സാറ്. മധു എന്ന് പറഞ്ഞാൽ എന്താ മോളെ? അപ്പൊ തേൻ പോലെ പാടി വിടണ്ടല്ലേ? മധു തേടി പോയി, മധു തേടി പോയി, നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. ഈ ഒരു സമാധാനം അതും മിസ്സിംഗ് ആയിരുന്നു. കാര്യം ഇതിന് വേണ്ട. ഇപ്പോൾ ഹരി പാടുമ്പോൾ എന്ത് അതിനൊരു സുഖമില്ലേ? ആ സുഖമായിരുന്നു മോളെ ഇതിന് മിസ്സിങ്. വളരെ എന്താ പറയണ്ടേ, കൂളായിട്ട് പാടേണ്ട ഒരു വലിയ ഒടുക്കത്തെ ബൃഹായും ഒടുക്കത്തെ ഒരു ആകാരവും പാട്ടാണ്. വെരി സിമ്പിൾ, വളരെ പക്ഷേ ഇതിന് വേണ്ട സോൾഫുൾ റെൻഡറിങ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങ് വന്ന് കയറത്തുള്ളൂ. നമ്മുടെ നെഞ്ചത്തേക്ക് കയറണ്ട, തളയ്ക്കണ്ടേ അമ്പ് പോലെ. അപ്പം മോളത് കാര്യം ഈ പാട്ടൊക്കെ ഓൾറെഡി നമ്മൾ കേട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇതിങ്ങനെ അങ്ങനെ നിൽക്കുക. അപ്പം അത് എന്തെങ്കിലും ഒരു ഇച്ചിരി കുറയുമ്പോൾ, കാര്യം നിങ്ങളൊക്കെ ഹൈലി ടാലൻറ്റഡ് കുട്ടികളാണ്. അപ്പം നിങ്ങളത് നന്നായിട്ട് നിങ്ങളെ കൊണ്ട് ഈസിയായിട്ട് പാടാൻ പറ്റും. പാടാൻ പറ്റായികയൊന്നുമില്ല. അപ്പം അത് കൃത്യമായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ മോളെ. അതുപോലെ തളിരാർന്ന് പൂവനങ്ങളിപ്പം ഹരി പാടിയില്ലേ, അതെന്ത് സുഖമായിട്ട് അതെങ്കിലും ഒന്ന് ഞാൻ കേട്ട് സൂഹിക്കട്ടെ. അത് ഷാർപ്പാവുന്നുണ്ട് പോലെ. അത് ശ്രുതിയും ചേരായിരുന്നു. അത് അതിനേക്കാളും ഇതാ കേട്ടോ. തളിരാർന്നു, അങ്ങനെ തളിരാർന്നു, അതൊക്കെ ശ്രുതി ചേരായി നോട്ടൊക്കെ ഷാർപ്പാവുന്നുണ്ട്. മക്കളൊന്നുകൂടെ പാടാമോ? അതൊക്കെ ഷാർപ്പാടാ. അപ്പൂ വനത്തിനെയൊക്കെ നോക്കേട്ടോ മോളെ. അതുപോലെ കണ്ണിൽ കത്തും ദാഹം. തിങ്കൾ പോലെ അത് കുറച്ച് സോഫ്റ്റ് ആകുമ്പോൾ കൊണ്ടങ്ങ് നിർത്തുക. അത് കുറച്ച് ഒന്ന് സമാധാനമായിട്ടൊന്ന് പാട് മോളെ. അടുത്ത പോർഷനാണ് എക്സ്പ്രഷന്റെ ഒരു കൊടുക്കാൻ. ജയൻ സാറിന്റെ ഇതൊക്കെ കേൾക്കണം. അത് ഭീകര. അതെ, ഒന്ന് പാടിക്കാൻ മക്കളെ. അത് അടുത്തതും കൂടെ കേക്കട്ടെ.
ഇതാണ് ഇതിന്റെ ഇടയ്ക്ക് ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ. മക്കളെ അത് 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 അതിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്തുവാടാ. കാര്യം ഇപ്പം മോക്ക് വയ്യെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ അത് ചേർത്തെന്ന് പാടി നല്ല ശ്വാസം എടുക്കുക. ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. ആയും പോയി. ഇല്ലായിരുന്നു അത് ഞങ്ങള് സഹിച്ചു. അത് കുഴപ്പമില്ല. പക്ഷെ അവിടം വരെ ഒന്ന് എത്തി. നല്ല ഫീലോടെ പാടി നോക്കി. അസാധ്യമായിട്ട് പാട്, ശ്വാസം എടുത്തിട്ട്. ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. മോളെ ശ്രുതിയാണ് ഇപ്പോഴും സ്റ്റഡി ആവാനുണ്ട്. ഷാർപ്പ് അതൊക്കെ. അവിടെയൊക്കെ ഫീലാണ് മിസ് ചെയ്യുന്നത്. ഈ പാട്ടൊക്കെ അതിന്റെ ആ ഒറിജിനാലിറ്റിയോട് നമ്മൾ ഒരു നീതി പുലർത്തിയേ പറ്റൂ. ആ വരികൾ എന്ത് മനോഹരമായിട്ടുള്ള വരികളാണ്. ഈ പാട്ടിന്റെ ലിറിസിസ്റ്റ് ആരാണ് മോളെ? കോന്നിയൂർ ഭാസ്. അദ്ദേഹം അൽപായുസിൽ പോയ ഒരു മനുഷ്യനാണ്. പക്ഷെ എഴുതിയ പാട്ടുകളൊക്കെ ആസാദ്യ പാട്ടുകളാണ്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. ഭൂമിയിൽ വന്ന് അവതാരമെടുക്കാൻ എനിക്കന്ന് പാതിമെയ്യായ പിതാവിനോ, പിന്നതിൽ പാതിമെയ്യായ മാതാവിനോ, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ, ആഹാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഊഴിയിൽ ആദ്യമായി ഞാൻ പെറ്റ് വീണ ശുഭമുഹൂർത്തത്തിനോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രക്തബന്ധം മുറിച്ച് അന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കൽ കൊടിയോടോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. കോന്നിയൂർ ബാസാറിന് മോളെ അതാണ് ഒരു സോൾ മനസ്സിലാക്കാൻ മോളെ. അത്ര താങ്ക് യുടാ. താങ്ക് യു ശരത് സാർ. ഹരിചേട്ടാ സെയിം ആ മോളെ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അതാണ് പിച്ചിങ്. പിന്നെ ഇപ്പോഴും ഉള്ളിലൊരു ടെൻഷൻ കിടപ്പുണ്ട്. അത് വേണ്ട. ആ ടെൻഷനിലാണ് ഈ ബ്രെത്ത് പ്രോബ്ലവും പിന്നെ ഈ വിഴുങ്ങലൊക്കെ വരുന്നത്. ഓക്കെ ഷാനിക ഉള്ളത് പറയാലോ. മോൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റിയ പാട്ടായിരുന്നു ഇത് കേട്ടോ. എനിക്ക് അവിടെയാണ് എനിക്ക് വിഷമം. ആൻഡ് ഇപ്പം നേരത്തെ കുട്ടികൾ പാടിയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സേഫ് സോങ് കൂടിയാണ്. മീൻസ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതിൽ ചെയ്യാൻ. സോൾ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൽ ചെയ്യേണ്ടിയിരുന്നത്. അത് എവിടെയും തട്ടിയില്ല. അതാണ് അവിടുന്ന് പുറപ്പെട്ടു, പക്ഷെ ഇങ്ങോട്ട് എത്തിയില്ല മോളെ. അത് നമുക്ക് എല്ലാവർക്കും എത്രയും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അത് ഇപ്പം ശരത്തേട്ടൻ അതിൻ്റെ ഫസ്റ്റ് പല്ലവിയിലെ വരികൾ പറഞ്ഞില്ലേ, എന്ത് വളരെ സിമ്പിൾ വരികളാണ്. പക്ഷെ അതിൻ്റെ അകത്ത് കിടക്കുന്നത് എന്താ? അതിനകത്ത് സോൾഡ്. അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ്, ഈ പാട്ട് നമ്മൾ കേട്ടിട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നിയാൽ ആ സോൾ ഓട്ടോമാറ്റിക്കലി വന്നേ പറ്റൂ. എനിക്ക് ഭയങ്കര വിഷമായി അത് ദിയ പാടുന്നത് കേട്ടിട്ട് കേട്ടാ. അത്രേ ഉള്ളൂ. താങ്ക് യു ഷാനിക. ഇനി മാർക്സ് ചോദിക്കാം. ഷാനിക 7.5 ആണ്. താങ്ക് യു ഷാനിക. ഹരിചേട്ടാ 8. ടോട്ടൽ 15.5 മാർക്സ്. ഓക്കെ, സാരില്ല, നമുക്ക് നെക്സ്റ്റ് പിടിക്കാം. ഓൾ ദി ബെസ്റ്റ്.